പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ നിൽക്കാൻ അനുവാദം കിട്ടിയതിൽ അമ്മ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ശാന്തിപുരം, വിഴിഞ്ഞത്തിനടുത്ത് ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ജോലി കാറ്ററിങ്ങും ബേക്കറി ബിസിനസ്സുമായിരുന്നു. 2019 ഞാൻ ബേക്കറി ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടുവന്നു. കൊറോണ വന്ന് എൻ്റെ ബിസിനസ്സെല്ലാം ആകെ നഷ്ടത്തിലും വൻ കടവുമായിട്ട് ഞാൻ മാറി. അങ്ങനെ ഒരുപാട് ദിവസം ഞാൻ വളരെ കഷ്ടതയിലായിരുന്നു. ഒരു ജോലിക്കും പോകാൻ പറ്റാതെയും ഒരുപാട് കടബാധ്യതയിൽ നിന്ന് കരകയറാൻ പറ്റാതെയും പലിശ കൊടുക്കാൻ പറ്റാതെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് വീട് വാടക കൊടുക്കാനോ മക്കളെ പഠിപ്പിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസം അങ്ങനെ പോയി. ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി എന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷേ ഒരു 100 രൂപ പോലും എൻ്റെ വീട്ടിൽ ചിലവിന് എടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്നൊരു ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയായി മാറ്റി തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് വീട് ഞാൻ 13 വർഷം വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നിട്ടും എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. എത്ര രൂപ മുടക്കി എത്ര രൂപ കയ്യിൽ വന്നിരുന്നാലും എൻ്റെ വീട് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിനടുത്ത് ഒരു വീട്ടിൽ ഒരു ചേച്ചി ഒരു പത്രം കൊണ്ട്, കൃപാസനത്തെ പത്രം കൊണ്ട് എൻ്റെ വൈഫിൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, നമുക്കൊരു ദിവസം കൃപാസനം പള്ളിയിലൊന്ന് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2023 ഓഗസ്റ്റ് 11-ാം തീയതി ഞങ്ങളിവിടെ വന്ന് എൻ്റെ വൈഫ് ആദ്യം ഉടമ്പടി എടുത്തു. 2023 ഓഗസ്റ്റ് 11-ാം തീയതി ഉടമ്പടി എടുത്ത ഞങ്ങൾക്ക് 2023 സെപ്റ്റംബർ 11-ന് ഞങ്ങളുടെ വീട് പാല് കാച്ച് കഴിഞ്ഞു. 990 സ്ക്വയർ ഫീറ്റുള്ള വീട്. ആ പരിസരത്തൊന്നും ഇത്രയും പ്രകാശമുള്ളൊരു വീടില്ലെന്നാണ് അന്ന് ആ വീട്ടിൽ വന്നവരെല്ലാവരും പറഞ്ഞത്. അതെല്ലാം ഞങ്ങൾക്ക് ഈശോയും ഞങ്ങളുടെ അമ്മ മാതാവുമാണ് ഞങ്ങൾക്ക് അങ്ങനെ തന്നത്. ഞങ്ങൾ അതിനുശേഷം ഞാൻ PWD റോഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ദിവസം കയറി ഇറങ്ങി നടക്കാതിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്ത് 30 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട് പാല് കാച്ച് കഴിഞ്ഞു. 31 ദിവസം കഴിഞ്ഞപ്പോൾ PWD വർക്ക് ചെയ്യേണ്ട ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആ ലൈസൻസ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കടം കയറി നിൽക്കുന്ന ഞങ്ങൾക്ക് ആരും 10 പൈസ തരാനും ഇല്ല. ഞങ്ങൾ വീണ്ടും നേരെ ഇവിടെ കൃപാസനത്ത് വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ്. അവിടെ പോയി എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ 50,000 രൂപ കൊണ്ട് തന്ന് അന്ന് ദിവസം തന്നെ ഞങ്ങൾ ടെൻഡറിൽ പങ്കെടുത്തു. അടുത്ത ദിവസങ്ങളിലെല്ലാം മാതാവ് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് പൈസ ലക്ഷക്കണക്ക് രൂപ, 100 രൂപ ചോദിച്ച് തരാത്ത ആൾക്കാരെല്ലാം ലക്ഷക്കണക്ക് രൂപ, 10-15 ലക്ഷം രൂപ തന്ന് ഞങ്ങൾക്ക് വർക്ക് തുടങ്ങി. ഇപ്പോൾ ആ വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി. മാർച്ചിലുള്ള വർക്കെല്ലാം ചെയ്ത് പൂർത്തിയാക്കി. ഇനി അടുത്ത് ചെയ്യേണ്ട വർക്ക് ടെൻഡറിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നശിച്ചു നിന്ന് വളരെ പടുകുഴിയിൽ നിന്ന് ഞങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയായി മാറി. ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെയും ആ പഴയ കഷ്ടതകളിൽ നിന്നെല്ലാം കരക്കയറ്റി ഞങ്ങൾ കൃപാസനത്ത് വന്ന് കാലെടുത്ത് വച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു മാറ്റം ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് ഞങ്ങൾക്ക് ഈശോയോടും അമ്മ മാതാവിനോടും. ഞാൻ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് തരുന്ന ഉപ്പും എണ്ണയും ഇതെല്ലാം എൻ്റെ ഉടമ്പടി തൈലം ഇതെല്ലാം ഇതിലെല്ലാം ഞാൻ പുരട്ടുമായിരുന്നു. എനിക്ക് ഒരു തടസ്സവും വരില്ലായിരുന്നു. എൻ്റെ വർക്കിന് നാട്ടുകാർ എന്ത് പ്രശ്നം വന്ന് സംസാരിച്ചിരുന്നാലും അവസാനം എൻ്റെ ഈശോ, എൻ്റെ മാതാവ് അതെല്ലാം ശാന്തമാക്കി എൻ്റെ വർക്കെല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചു. അതുകൂടാതെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോഴും പത്രം വിതരണം ചെയ്യുമ്പോഴും എൻ്റെ അനുഭവമാണ് ഞാൻ ആദ്യം അവരോട് പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃപാസനത്ത് പോകണം. കൃപാസനത്ത് പോയാൽ നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറും. അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് പത്രം കൊടുക്കുന്നത്.
അതുപോലെ തന്നെ ഞാൻ ഈ വഴിയോരത്തൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഭക്ഷണം ഞാൻ വച്ച് കൊണ്ടു കൊടുക്കാറുണ്ട്. ആശുപത്രിയിലൊക്കെ സുഖമല്ല കിടക്കുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഇതെല്ലാത്തിനും എന്നെ സഹായിച്ച എൻ്റെ ഈശോയോടും എൻ്റെ മാതാവിനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ മാക്സിമം പങ്കെടുക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ എനിക്ക് രാത്രിയൊക്കെ ആയിരിക്കും, ഞാൻ വെളുപ്പിന് 2 മണിക്കും 3 മണിക്കൊക്കെ പോവും, പിന്നെ വരുന്നതൊക്കെ താമസിക്കും. മാക്സിമം ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. വിജു എന്ന ഈ സഹോദരൻ ജീവിത പങ്കാളിയോടൊപ്പം വന്ന് ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തതിൻ്റെ വലിയ സാക്ഷ്യമാണിത്. കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുഴുവൻ തകർന്ന് ഒരു പൈസ പോലും ഇല്ലാതിരുന്ന അവസരത്തിലാണ്, ഒരു ബിഗ് സീറോ ആയ അവസരത്തിലാണ് തൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടാകുമോ, 13 വർഷക്കാലമായി അവരുടെ വീട് പണി പൂർത്തിയാകാതെ അവർ എപ്പോഴും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത ഉടനെ തന്നെ ഉടൻ പരിഹാരം 30-ാം ദിവസമാണ് അവർ പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കി പാലുകാച്ചി അവർ പുതിയ വീട് പ്രവേശനം ഉണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഒരു പൈസ പോലും ഇല്ലാതിരുന്ന ഈ സഹോദരൻ ഇന്ന് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ഒരു 0 പോയിൻറ്റിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നത് കൃപയാൽ മാത്രമാണെന്ന് അദ്ദേഹം ഇവിടെ ഏറ്റുപറയുകയാണ്. ജോസഫ് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ സാക്ഷികളായി വരണം എന്നുള്ളതാണ്. ജോസഫ് അച്ഛൻ്റെ സന്ദേശം വളരെ ഹൃദ്യമായി ഏറ്റെടുക്കുകയും അവരുടെ പ്രാർത്ഥനാ പ്രയോഗങ്ങളും വിശ്വാസ പ്രഖ്യാപനവുമെല്ലാം നടത്തി എപ്പോഴും ഇവിടുത്തെ പത്രം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈശോയെ മുൻനിർത്തിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നത്. ഈശോ ചോദിക്കുന്ന പോലെ, ഞാൻ 10 പേർക്കാണല്ലോ സൗഖ്യം കൊടുത്തത്, ബാക്കി 9 പേരെവിടെ എന്ന ഒരു ചോദ്യത്തിനെ ഇടവരുത്താതെ അവരിരുവരും ഇവിടെ വന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരത്തിലോ ജോലിയിലോ ഇടയിലോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമോ സംസാരമോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഉടനെ പരിശുദ്ധ അമ്മയുടെ ആ പ്രോംപ്റ്റിംഗ്, കൃത്യമായ ആൻസർ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് ശാന്തമായി സംസാരിക്കുവാനുള്ള വലിയ കൃപ കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുമെന്ന് ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട്. കൃപയിലൂടെ, പരിശുദ്ധാത്മാ നിറവിലൂടെ ജീവിക്കുവാനുള്ള കൃപയാണ് നമുക്ക് ഏറ്റവും അധികം ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിക്കുന്നത്. ബിജുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിത പ്രതിസന്ധികളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.